പഴകിത്തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ യുവരാജാവെന്ന് വിളിച്ചവർക്ക് രാഹുൽ ഗാന്ധി നൽകിയ രാഷ്ട്രീയ മറുപടി കൂടിയായി പോയി തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം. സഖ്യത്തിന് ശക്തി നൽകാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായ പുതിയ കോൺഗ്രസിനെ പരുവപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ദക്ഷിണേന്ത്യയിലേക്ക് ഒളിച്ചോടി എന്ന പരിഹാസ ചിരികൾ മായ്ക്കുകയായിരുന്നു രാഹുലിന്റെ പഴയ അമേഠിയും അമ്മ അനുഗ്രഹിച്ച് കൈമാറിയ റായ്ബറേലിയും. ഇന്ത്യയുടെ സിരകളിലൂടെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ആ മനുഷ്യൻ നടന്നപ്പോൾ ലക്ഷ്യമില്ലാത്ത യാത്രയെന്ന് പരിഹസിച്ചവർക്ക് തെറ്റി. കൂടെ നടന്നും കേട്ടറിഞ്ഞും ചേർത്തുപിടിച്ചും സാധാരണക്കാരന്റെ മനസ്സ് തൊട്ടറിഞ്ഞതിനൊപ്പം ആ യാത്രയിൽ സ്വയം സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. വെയിലും മഴയും മഞ്ഞും നിറഞ്ഞ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഋതുഭേദമായി ഭാരത് ജോഡോ യാത്ര. അയോഗ്യനാക്കപ്പെട്ട് തുഗ്ലക് ലൈനിലെ വസതി വിട്ടിറങ്ങേണ്ടി വന്നപ്പോൾ വാതിൽ പൂട്ടി താക്കോൽ ഉദ്യോഗസ്ഥരെ തിരിച്ചേൽപ്പിച്ച് രാഹുൽ അന്ന് പറഞ്ഞു, പൂരാ ഹിന്ദുസ്ഥാൻ മേരാ ഘർ ഹെ. ആ പ്രതികരണത്തിന് മുന്നിലും പിന്നിലും നിറപുഞ്ചിരി മാത്രമായിരുന്നു. വിവേചനങ്ങളുടെ അസ്വസ്ഥപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. അണിയറ തന്ത്രങ്ങൾ ഒരുക്കി തുടങ്ങിയപ്പോൾ ഒപ്പമുള്ള പലരും എതിർചേരിയിലേക്ക് കൂടുമാറി. ഒരു രാത്രി പുലർന്നപ്പോൾ സഖ്യത്തിന്റെ നെടുംതൂണായ നിതീഷ് കുമാർ വിള്ളലുണ്ടാക്കി കളം മാറി. എങ്കിലും ചോർന്നു പോയില്ല ഇന്ത്യ സഖ്യമെന്ന ആശയം. ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളടക്കം സഖ്യ സുഹൃത്തുക്കൾക്ക് വച്ചു നീട്ടി ഇന്ത്യയെ കൈപിടിച്ച് നടത്തി രാഹുൽ. സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചവർ പോലും BJP പാളയത്തിലെത്തിയിട്ടും മുഖത്ത് ആശങ്കയില്ലായിരുന്നു. ജാതി സെൻസസ് അടക്കം കോപ്പുകൂട്ടിയ പല ആയുധങ്ങളുടെയും മൂർച്ച പോയി. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സാധാരണ മനുഷ്യന്റെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി പ്രചാരണം. മോദിയുടെ ഗ്യാരണ്ടി പ്രചാരണത്തിൽ തരംഗമായപ്പോൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും ന്യായമായ ഉറപ്പുകൾ നൽകുന്ന പ്രതീക്ഷയുടെ പുതിയ പതിപ്പായി പ്രകടന പത്രിക. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ വിട്ടുനിന്ന് വൈവിധ്യമാണ് ഇന്ത്യയെന്ന് പറയാതെ പറഞ്ഞു രാഹുൽ. അമേഠിയിൽ മധുര പ്രതികാരം. റായ്ബറേലിക്ക് ഇനി പുതിയ നായകൻ. സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷ ചേരിയെ നയിക്കുക രാഹുലാകും. പരാജയത്തിന്റെ അധ്യായങ്ങൾ നിറഞ്ഞ പതിറ്റാണ്ടിനൊടുവിൽ കാരിരുമ്പിന്റെ കരുത്തുള്ള ഒരു എതിർചേരിയെ വാർത്തെടുക്കാൻ രാഹുലിന് കഴിയുമോ എന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്ക് കർണാടകയിലെ ഹാസനിൽ തോൽവി നേരിട്ടു എന്നുള്ളത് ഇന്നലെ ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രേയസ് എം പട്ടേലാണ് 42,649 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രജ്വലിനെ പരാജയപ്പെടുത്തിയത്. JDSന്റെ കുടുംബാധിപത്യമുള്ള സീറ്റിൽ 2 ദശാബ്ദത്തിന് ശേഷമാണ് ഒരു തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ പേരക്കുട്ടിയായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായിട്ടുള്ള കേസ് ദേശീയ തലത്തിൽ തന്നെ NDA മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. മുൻ പ്രധാനമന്ത്രിയും പ്രജ്വൽ രേവണ്ണയുടെ മുത്തച്ഛനുമായ HD ദേവഗൌഡയെ 5 തവണ വിജയിപ്പിച്ച മണ്ഡലമാണ് ഹാസൻ. കുടുംബാധിപത്യമുണ്ടെന്ന് പറയാവുന്ന മണ്ഡലം. 2004 മുതൽ തുടർച്ചയായി ദേവഗൌഡ നിലനിർത്തിപ്പോന്ന മണ്ഡലം 2019 പ്രജ്വൽ രേവണ്ണയ്ക്ക് കൈമാറി. അന്ന് 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രജ്വൽ ജയിച്ചത്. ആ പ്രാവശ്യം കർണാടകയിൽ JDS ജയിച്ച ഏക സീറ്റായിരുന്നു അത്. ഇത്തവണ JDS NDA സഖ്യത്തിന്റെ ഭാഗമായപ്പോഴും ഹാസനിൽ പ്രജ്വൽ തന്നെ സ്ഥാനാർത്ഥിയായി. എന്നാൽ കർണാടകയിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം ദേശീയ തലത്തിൽ തന്നെ NDAയ്ക്ക് ക്ഷീണമുണ്ടാക്കുന്നതായിരുന്നു. 200ഓളം സ്ത്രീകളെ പീഡിപ്പിക്കുകയും അതിന്റെ 3000ഓളം ക്ലിപ്പുകൾ സൂക്ഷിക്കുകയും ചെയ്തെന്ന ആരോപണം കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും NDAയ്ക്കെതിരെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ആയുധമാക്കി. ഹാസനിലെ വോട്ടെടുപ്പ് ദിവസം ജർമ്മനിയിലേക്ക് പറന്ന പ്രജ്വൽ 34 ദിവസത്തിന് ശേഷം അവസാനഘട്ട പോളിംഗിന്റെ തലേന്നാണ് തിരികെ എത്തിയത്. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രജ്വലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വോട്ടർമാരും കനത്ത തിരിച്ചടിയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് നൽകിയത്. 42,649 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രേയസ് എം പട്ടേലിന്റെ വിജയം. കർണാടകയിൽ JDSന് ഇത്തവണ 2 സീറ്റുകൾ നേടാനായെങ്കിലും NDA മുന്നണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 26 സീറ്റുകൾ കുറഞ്ഞ് 19-ലെത്തി. 2019 1 സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസ് ആകട്ടെ 9 സീറ്റുമായി നില ഗണ്യമായി മെച്ചപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി കേരളത്തിലേക്ക്